ഇൻസെക്ട് ഇൻ്റർമീഡിയറി മെറ്റാബോളിസം ഒരു ഓർഗാനിസത്തിൻ്റെ സർവൈവലിനെ അഫക്റ്റ് ചെയ്യുന്ന സെല്ലിനകത്ത് നടക്കുന്ന കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ് മെറ്റാബോളിക് റിയാക്ഷൻസ്. മെറ്റാബോളിസം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസസ്, പർപ്പസസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫുഡിനെ എനർജി സോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ മെറ്റാബോളിക് റിയാക്ഷൻസ് വഴി. അതുപോലെ തന്നെ ഫുഡിനകത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റീരിയൽസ് സിംപ്ലിഫൈ ചെയ്യപ്പെടുന്നു. അങ്ങനെ പലതരത്തിലുള്ള മാക്രോ മോളിക്യൂൾസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയിക് ആസിഡ്സ്, പിന്നെ ചില കാർബോഹൈഡ്രേറ്റ്സ്, ഇതിൻ്റെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാവുന്നു. അടുത്ത ഫംഗ്ഷനാണ് എലിമിനേഷൻ ഓഫ് നൈട്രോജിനസ് വേസ്റ്റ്, എക്സ്ക്രീഷൻ. These enzyme catalyzed reactions allow organisms to grow and reproduce, maintain their structures and respond to their environments. The set of reactions within the cells which is very vital for the existence of the particular organism is called intermediary metabolism or intermediate metabolism. ഇൻസെക്ട്സിൻ്റെ മെറ്റാബോളിസം എന്ന് പറയുന്നത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് അവയുടെ എവല്യൂഷണറി സ്പെഷ്യലൈസേഷനുമായിട്ട് മെറ്റാബോളിക് റിയാക്ഷൻസിന് അല്ലെങ്കിൽ ഓവറോൾ മെറ്റാബോളിസത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഫ്ലൈറ്റ്, മെറ്റാമോർഫോസിസ്, റീപ്രൊഡക്ഷൻ, ഡയാപ്പോസ്, ദെൻ പലതരത്തിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ സിന്തസിസ്, സിൽക്ക്, വാക്സ് പോലെയുള്ള മറ്റീരിയൽസിൻ്റെ സിന്തസിസ്, ഇതൊക്കെ ഇൻസെക്ട്സിൽ ഉള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. അപ്പോൾ അതുമായിട്ടെല്ലാം കറസ്പോണ്ട് ചെയ്താണ് ഇൻസെക്ട്സിൻ്റെ മെറ്റാബോളിസം എക്സിസ്റ്റ് ചെയ്യുന്നത്. വെർട്ടിബ്രേറ്റ്സിനകത്തുള്ള എല്ലാ എൻസൈംസും നമുക്ക് ഇൻസെക്ട്സിൻ്റെ ഇൻ്റർമീഡിയറി മെറ്റാബോളിസത്തിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീറ്റ് ഓഫ് മെറ്റാബോളിസം എന്ന് പറയുന്നത് ചില പോർഷൻസ് ആണ്. എപ്പിഡെർമിസ് ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സോസ്കെലറ്റൻ്റെ അല്ലെങ്കിൽ ഇൻ്റർഗമൻ്റെ ഭാഗമായിട്ടുള്ള മറ്റീരിയൽസിനെ സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ എപ്പിഡെർമിസിൽ ഇൻ്റർമീഡിയറി മെറ്റാബോളിസം നടക്കുന്നുണ്ട്. ദെൻ ഫാറ്റ് ബോഡി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റ് ബോഡിയാണ് ഇൻ്റർമീഡിയറി മെറ്റാബോളിസത്തിൻ്റെ. ഫാറ്റ് ബോഡി ആക്ട് ആസ് ദ മേജർ സ്ട്രക്ചർ റെസ്പോൺസിബിൾ ഫോർ ഇൻ്റർമീഡിയറി മെറ്റാബോളിസം. ഇനിയുള്ളത് ഫ്ലൈറ്റ് മസിൽസ് ആണ്. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വളരെ എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലൈസേഷൻ ഫ്ലൈറ്റ് മസിൽസിൽ ഇൻ ടേംസ് ഓഫ് മെറ്റാബോളിസം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോരോ മാക്രോ മോളിക്യൂൾസിൻ്റെ മെറ്റാബോളിസമാണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഫസ്റ്റ്. കാർബോഹൈഡ്രേറ്റ്സ് ഇൻസെക്ട്സ് എനർജി സ്റ്റോറേജിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. പല കാറ്റഗറിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇൻസെക്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ്സ്, സ്ട്രക്ചറൽ കാർബോഹൈഡ്രേറ്റ്സ്, മിക്സഡ് കാർബോഹൈഡ്രേറ്റ്. സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒക്കെയാണ്. സ്റ്റോർഡ് ഇൻ ലാർജ് അമൗണ്ട്സ് ഇൻ ഫ്ലൈറ്റ് മസിൽസ് ആൻഡ് ഫാറ്റ് ബോഡി. പ്രൊവൈഡ് glucose for flight energy and transforms into trehalose for providing energy for other tissues. ഗ്ലൂക്കോസിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി റിച്ച് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ട്രെഹലോസ് ആണ് ഇൻസെക്ട്സിൽ. ഇതൊരു നോൺ റെഡ്യൂസിങ് ഡൈസാക്കറൈഡ് ആണ്. ഹീമോലിംഫിലും അതുപോലെ തന്നെ ഫാറ്റ് ബോഡിയിലും എക്സിസ്റ്റ് ചെയ്യും. കോൺസെൻട്രേഷൻ സ്പീഷീസ് അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് വേരി ചെയ്യും. ഗ്ലൂക്കോസിനേക്കാളിലും ഏകദേശം 2 മടങ്ങ് എനർജി ട്രെഹലോസിൻ്റെ ബ്രേക്ക് ഡൗൺ കൊണ്ട് ഈ ഇൻസെക്ട്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ട്രെഹലോസ് ആയിരിക്കും. അടുത്ത കാറ്റഗറിയാണ് സ്ട്രക്ചറൽ കാർബോഹൈഡ്രേറ്റ്സ്. കൈറ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ദ ക്യൂട്ടിക്കിൾ. എക്സോ എൻഡോ ക്യൂട്ടിക്കിളിൻ്റെ ഭാഗമാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ. അപ്പോൾ ഇതിൻ്റെ മോണോമേയേഴ്സ് എന്ന് പറയുന്നത് N-അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ റെസിഡ്യൂസ് ആണ്. ഇതിന് 3 പോളിമോർഫ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അടുത്ത കാറ്റഗറിയാണ് മിക്സഡ് കാർബോഹൈഡ്രേറ്റ്സ്. ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് ഇതിനകത്ത് വരുന്ന മേജറായിട്ടുള്ള കോമ്പോണൻസ്. പല ലൊക്കേഷൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സിൽക്ക് പ്രോട്ടീൻ, യോക്ക് പ്രോട്ടീൻ ഒക്കെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. അതായത് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും തമ്മിലുള്ള കോഞ്ചുഗേഷൻ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്ട്സ്. സം ഗ്ലൈക്കോപ്രോട്ടീൻസ് ആർ അറ്റാച്ച് ടു ദ സെൽ മെംബ്രെയിൻസ്. സെൽ മെംബ്രെയിൻസുമായിട്ട് അറ്റാച്ച് ചെയ്തും ചില
ഗ്ലൈക്കോപ്രോട്ടീൻസ് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഹീമോലിംഫ് ഷുഗേഴ്സ് ഗ്ലൂക്കോസും ട്രഹലോസും അതിൻ്റെ സ്ട്രക്ചർ വൈസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇൻ്റർ കൺവേർഷൻ ഓഫ് ഷുഗേഴ്സ് എങ്ങനെയാണ് ഇൻസെക്ട് സിസ്റ്റംസിൽ നടക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എൻസൈമാറ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഗ്ലൂക്കോസ് ട്രഹലൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ട്രഹലോസ് ആയിട്ട് മാറുന്നു. ദെൻ ട്രഹലോസ് 6-ഫോസ്ഫേറ്റ് സിന്തറ്റൈസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ട്രഹലോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ദെൻ ട്രഹലോസ് 6-ഫോസ്ഫേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എൻസൈം തന്നെ ട്രഹലോസ് 6-ഫോസ്ഫേറ്റിനെ UDPG ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് യൂറിഡിൻ ഡൈഫോസ്ഫോ ഗ്ലൂക്കോസ്. ദെൻ UDPG ഗ്ലൈക്കോജൻ സിന്തറ്റൈസിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഇനി ഗ്ലൂക്കോസ് ഗ്ലൂക്കോകൈനേസിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അത് പിന്നീട് ഗ്ലൈക്കോളിറ്റിക് എൻഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. ദെൻ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫോസ്ഫോ ഗ്ലൂക്കോ മ്യൂട്ടേസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് UDPG ഫോസ്ഫോറിലേസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് UDPG ആവുന്നു. ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ഫോസ്ഫോറിലേസിൻ്റെ ആക്ടിവിറ്റി ഫലമായിട്ട് ഫോസ്ഫോറിലേഷന് വിധേയമായിട്ട് അഗെയിൻ ഗ്ലൈക്കോജനായിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാറ്റാബോളിസം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണ് പ്രൈമറി ക്ലീവേജ് ഓഫ് ഗ്ലൈക്കോജൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇത് ഷിസ്റ്റോസെർക്കയിലെ ഫ്ലൈറ്റ് മസിൽസിലൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഇതിൻ്റെ ആക്ടിവിറ്റി കാണാൻ സാധിക്കും. ഗ്ലൈക്കോജൻ കോൺസെൻട്രേഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 64% കുറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ ഫലമായിട്ട് എനർജി ഈ ഓർഗാനിസം ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ട്രഹലോസിൻ്റെ ബ്രേക്ക് ഡൗൺ. ട്രഹലൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ട്രഹലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇത് മിഡ് ഗട്ടിൽ, ഹൈൻഡ് ഗട്ടിൽ, ഹീമോലിംഫിൽ, ഫ്ലൈറ്റ് മസിൽസിലൊക്കെ എക്സിസ്റ്റ് ചെയ്യും. കൈറ്റിൻ ഡിഗ്രേഡ് ചെയ്യുന്നത് കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ്. കൈറ്റിനേസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മോൾട്ടിംഗ് ഫ്ലൂയിഡിലാണ്. കൈറ്റിനേസിൻ്റെ ആക്ഷൻ അനലൈസ് ചെയ്യാം. കൈറ്റിനെ അത് കൈറ്റോബയോസ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ബീറ്റ N-അസറ്റൈൽ ഡി ഗ്ലൂക്കോസ് അമിനിഡൈസ് എന്ന് പറയുന്ന എൻസൈം ടെർമിനലായിട്ട് കൈറ്റോബയോസിൻ്റെ ബ്രേക്ക് ഡൗൺ ഹൈഡ്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യും. ഇൻസെക്ട്സിൽ ഗ്ലൈക്കോളിസിസ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. മറ്റുള്ള ഓർഗാനിസംസിൽ എങ്ങനെയാണോ ഗ്ലൈക്കോളിസിസ് പ്രോസസ്സ് നടക്കുന്നത് അതുപോലെ തന്നെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ്. എൻസൈമേറ്റഡ് പ്രോസസ്സാണ്. പല ഓർഗാനിസംസിലും ഉള്ള എൻസൈംസ് എല്ലാം ഇവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മേജറായിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാറ്റഗറിയാണ് ഹെക്സോകൈനേസ്. ഇത് ഹെക്സോസിസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. ഹെക്സോസ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അടുത്താണ് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ്. ഈ ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് ഫോസ്ഫോറിലേഷൻ ഓഫ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. ദെൻ ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കാറ്റലൈസസ് ദ റിവേഴ്സിബിൾ ഇൻ്റർകൺവേർഷൻ ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമേഴ്സ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഇനി അടുത്താണ് ഡീഹൈഡ്രോജിനേസ്. ഡീഹൈഡ്രോജിനേസ് ഹൈഡ്രജൻ ആറ്റംസ് മോളിക്യൂൾസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ്. പിന്നെ ഉള്ളത് പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഗ്ലൈക്കോളിസിസിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഈ പർട്ടിക്കുലർ എൻസൈമിൻ്റെ ആക്ഷൻ വരുന്നത്. ഇറ്റ് ട്രാൻസ്ഫർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രോം ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ടു അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് yielding 1 pyruvate and 1 ATP മോളിക്യൂൾ. ഇൻസെക്ട്സിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാം. ഇത് ഗ്ലൈക്കോളിസിസിന് പാരലായിട്ട് നടക്കുന്ന ഒരു മെറ്റാബോളിക് പാത്വേ ആണ്. NADPH, പെൻഡോസസ്, ദെൻ റൈബോസ് 5-ഫോസ്ഫേറ്റ് ഒക്കെയാണ് ഈ പർട്ടിക്കുലർ പ്രോസസ്സ് വഴി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു അനാബോളിക് പ്രോസസ്സാണ് കാറ്റാബോളിക് പ്രോസസ്സിനേക്കാളും. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ് ഈ പർട്ടിക്കുലർ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6-ഫോസ്ഫോ ഗ്ലൂക്കോണൈറ്റ് ഡീഹൈഡ്രോജിനേസും ഇൻവോൾവ് ആണ്. ദെൻ ഗ്ലൂക്കോനിയോജനസിസ്, സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഇൻസെക്ട്സിൽ ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത് പൈറുവേറ്റ് കാർബോക്സിലേസ്, ദെൻ ഫ്രക്ടോസ് ഡൈ ഫോസ്ഫറ്റേസ് ഇതുപോലുള്ള എൻസൈംസ് ആണ്.
Then synthesis of glycogen from glucose by glycogen synthetase. Synthesis of trehalose by trehalose phosphate synthetase and trehalose phosphatase. അടുത്തതായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് ലിപ്പിഡ് മെറ്റാബോളിസം ആണ്. ഫാറ്റി ആസിഡ്സ്, സ്പിഞ്ചോലിപ്പിഡ്സ്, വാക്സസ്, ടെർപീൻസ്, സ്റ്റിറോയിഡ്സ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ലിപ്പോപ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഈ ഫോമിലൊക്കെയാണ് ലിപ്പിഡ്സ് ഇൻസെക്ട്സിൻ്റെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ കണ്ടന്റ് ഇൻട്രാ സ്പെസിഫിക് ആയിട്ടും ഇൻ്റർ സ്പെസിഫിക് ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് ബിറ്റ്വീൻ സ്പീഷീസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വിത്തിൻ സ്പീഷീസ് ഇൻഡിവിജ്വൽസിലും വേരിയേഷൻസ് കാണിക്കും. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. പല കാറ്റഗറി ലിപ്പിഡ്സ് ഇൻസെക്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് ലിപ്പിഡ്സ്, സ്ട്രക്ചറൽ ലിപ്പിഡ്സ്, സ്റ്റിറോൾസ്, ക്യൂട്ടിക്കുലാർ ലിപ്പിഡ്സ്, ഇതൊക്കെയാണ് മേജർ കാറ്റഗറീസ്. ആദ്യത്തെ കാറ്റഗറി നോക്കാം, സ്റ്റോറേജ് ലിപ്പിഡ്സ്. അസൈൽ ഗ്ലിസറോൾ, അതായത് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. മേജർ സോഴ്സ് ഓഫ് മെറ്റാബോളിക് എനർജി. ഇതിൻ്റെ സ്റ്റോറേജ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫാറ്റ് ബോഡിയാണ്. മൈനറായിട്ട് ഹീമോലിംഫിലും അസൈൽ ഗ്ലിസറോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫാറ്റ് ബോഡിക്കാണ്. ഫാറ്റ് ബോഡിയിലാണ് ഇതിൻ്റെ മെറ്റാബോളിസം നടക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ ഇൻസെക്ട്സ്, ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇൻവോൾവ്. Esterified and non-esterified fatty acids are found in most tissues. മേജർ മെറ്റാബോളിക് റിസർവ്സ് ആയിട്ടാണ് എസ്റ്റെറിഫൈഡ് ആൻഡ് നോൺ എസ്റ്റെറിഫൈഡ് ഫാറ്റി ആസിഡ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സ്ട്രക്ചറൽ ലിപ്പിഡ്സ്. ഫോസ്ഫോ ലിപ്പിഡ്സ് ആണ് ഇതിനകത്ത് വരുന്ന കാറ്റഗറി. എസെൻഷ്യൽ കോമ്പോണൻറ്റ് ഓഫ് ദ സെൽ മെമ്പറൈൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓൾ ടിഷ്യൂസ് ഇൻ ഓൾ ഇൻസെക്ട്സ്. ഫോസ്ഫാറ്റിഡൈൽ കോളിൻ, then ഫോസ്ഫാറ്റിഡൈൽ എഥനോളമീൻ are the major types of phospholipids. സ്റ്റിറോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടിഷ്യൂസ് സ്റ്റിറോൾസിനെ സിന്തസൈസ് ചെയ്യാൻ ഇൻകേപ്പബിൾ ആണ്. അതുകൊണ്ട് ഡയറ്റിൽ ആവശ്യമായിട്ട് വരും. ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ കോമ്പോണൻറ്റ് ഓഫ് ബയോളജിക്കൽ മെമ്പറൈൻസ്. ഇനി അടുത്തത് ക്യൂട്ടിക്കുലാർ ലിപ്പിഡ്സ് ആണ്. ഫോം എ തിൻ ലെയർ ഓൺ ദ എപ്പിക്യൂട്ടിക്കിൾ. എപ്പിക്യൂട്ടിക്കിളിന് ഷൈനി അപ്പിയറൻസ് ഒക്കെ കൊടുക്കുന്നത് ക്യൂട്ടിക്കുലാർ റീജിയനിലുള്ള ഈ ലിപ്പിഡ്സ് ആണ്. കോമൺ ഡയറ്ററി ലിപ്പിഡ്സ്. ഇൻസെക്ട്സിൽ കാണുന്ന ഡയറ്ററി ലിപ്പിഡ്സിൻ്റെ സ്ട്രക്ചർ വൈസ് ഉള്ള ഡയഗ്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് കാണാം. ആദ്യത്തേത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ സ്ട്രക്ചറാണ്. പിന്നെ ഗ്ലിസറോ ഫോസ്ഫോ ലിപ്പിഡ്സ് രണ്ടാമത്തേത് കാറ്റഗറി വരും. ദെൻ മോണോ ഗാലക്ടോസിൽ ഡൈഗ്ലിസറൈഡ്സ് മൂന്നാമത്തേതാണ്. ഇൻസെക്ട്സിലെ ലിപ്പിഡ്സിൻ്റെ മെറ്റാബോളിസത്തിൻ്റെ ജനറൽ സ്കീമാറ്റിക്കാണ് ഇവിടെ കാണുന്നത്. ഫാറ്റ് ബോഡിയിലും ഹീമോലിംഫിലും അതുപോലെ തന്നെ ഫ്ലൈറ്റ് മസിൽസിലും ഏതൊക്കെ തരത്തിലുള്ള കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് ഈ പർട്ടിക്കുലർ സ്കീമാറ്റിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ലിപ്പോജെനസിസ്, ലിപ്പിഡ് ഫോർമേഷൻ. ഫാറ്റി ആസിഡ്സിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ദ സിന്തസിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ 2 enzyme systems. അസറ്റൈൽ കോഎൻസൈം എ കാർബോക്സിലേസ് system, then fatty acid synthetase system. അസറ്റൈൽ കോഎൻസൈം കാർബോക്സിലേസ് സിസ്റ്റം അസറ്റൈൽ കോഎൻസൈമിനെ അസറ്റിലേറ്റ് ചെയ്തിട്ട് മലോണൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ, അതായത് മലോണൈൽ കോഎൻസൈം എയിനെ അസറ്റൈൽ കോഎൻസൈം എയുമായിട്ട് കണ്ടൻസ് ചെയ്ത് ഫാറ്റി ആസിഡ് സിന്തറ്റേസ് 4C ബ്യൂട്ടറൈൽ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാക്കും. ഫാറ്റി ആസിഡ് ഇൻ്റർമീഡിയറ്റ് ആണ്. ഫാറ്റി ആസിഡ് ബയോസിന്തസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഒരു കെമിക്കൽ കമ്പോണൻ്റ് ആണ് മലോണൈൽ കോഎൻസൈം എയും അതുപോലെ തന്നെ അസറ്റൈൽ കോഎൻസൈം എയും. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം വഴിയാണ് ഫാറ്റി ആസിഡിൻ്റെ സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ അസൈൽ ഗ്ലിസറോൾ, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഒക്കെ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫോർമേഷൻ ടേക്സ് പ്ലേസ് ത്രൂ പാത്വേസ് സിമിലർ ഇൻ അതർ ഓർഗാനിസംസ്. എൻസൈംസ് ഇൻവോൾവ് ആയിരിക്കുന്നത് ഗ്ലിസറോൾ ഫോസ്ഫറ്റേസ്, ദെൻ ഡൈഅസൈൽ ഗ്ലിസറോൾ ട്രാൻസ്ഫറേസ്, ഈ രണ്ട് എൻസൈംസ് ആണ്. ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഫോർമേഷൻ സിസ്റ്റഡീൻ പാത്വേ വഴിയാണ് സംഭവിക്കുന്നത്. ഫോസ്ഫോകൈനേസ് ഫോസ്ഫോറിലേഷൻ നടത്തിയാണ് ഫോസ്ഫോലിപ്പിഡ്സിനെ ഉണ്ടാക്കുന്നത്. ഇത് ഫാറ്റ് ബോഡിയിലാണ് സംഭവിക്കുന്നത്. ഇനി അമിനോ ആസിഡ് പ്രോട്ടീൻ മെറ്റാബോളിസം എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. ഹീമോലിംഫിൽ കൂടുതൽ അമിനോ ആസിഡ്സ് അതുപോലെ തന്നെ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ എക്സിസ്റ്റ് ചെയ്യും. അമിനോ ആസിഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ
ഹ്യൂമൻ ബ്ലഡിനേക്കാളും കൂടുതൽ ഹീമോലിംഫിൽ ഏകദേശം ഒരു 100 to 300 മോർ അമിനോ ആസിഡ്സ് ഇൻസെക്ട്സിൻ്റെ ഹീമോലിംഫിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ ഹൈ എമൗണ്ട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൾട്ടിങ്, റീപ്രൊഡക്ഷൻ, ഓസ്മോ റെഗുലേഷൻ, ഡീടോക്സിക്കേഷൻ, ഫോസ്ഫോലിപ്പിഡ് സിന്തസിസ് ഇതുപോലുള്ള പ്രോസസ്സുകളെയൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർവേഷൻ്റെ സമയത്ത് അമിനോ ആസിഡ് സിന്തസിസ് വളരെയധികം കുറയും. പിന്നെ ഫീഡ് ചെയ്യുമ്പോഴേക്കിന് അതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. ഡെവലപ്പിംഗ് എഗ്ഗിൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഓവി പൊസിഷൻ എഗ്ഗ് ലേയതിന് ശേഷം ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ടൈറോസിൻ, ബീറ്റ അലാനിൻ ഇതൊക്കെ സ്ക്ലിറോട്ടൈസേഷൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്റ്റെപ്പ്, അതായത് മോൾട്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്ലിറോട്ടൈസേഷൻ എന്ന് പറയുന്നത്. പുതിയ ക്യൂട്ടിക്കിളിനെ ഹാർഡൻ ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് സ്ക്ലിറോട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് മോൾട്ടിങ് എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന അമിനോ ആസിഡ്സ് ആണ് ടൈറോസിനും ബീറ്റ അലാനിനും. പിന്നെ പ്രോലിന്, ട്രിപ്റ്റോഫാൻ ഇതൊക്കെ ഹീമോലിംഫിൽ വളരെയധികം കാണും. എനർജി സോഴ്സസ് ആണ്. ഫ്ലൈറ്റ് മെറ്റാബോളിസത്തിലും പ്രോലൈൻ ആക്ട് ചെയ്യുന്നുണ്ട്. അമിനോ ആസിഡിൻ്റെ മെറ്റാബോളിസം കാണിക്കുന്ന ഒരു സ്കീമാറ്റിക് ആണ്. ഇവിടെ അമിനോ ട്രാൻസ്ഫറേസ് ഓരോ അമിനോ ആസിഡ്സിനെയും പല ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ അസ്പാർട്ടേറ്റിനെ അമിനോ ട്രാൻസ്ഫറേസ് ലൂസിനായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ലൂസിൻ അമിനോ ട്രാൻസ്ഫറേസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് കീറ്റോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ദെൻ ഗ്ലൂട്ടാമിൻ അമിനോ ട്രാൻസ്ഫറേസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് അസ്പാർട്ടേറ്റ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ട് അമിനോ ആസിഡ്സ് ഇൻ്റർ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി പ്രോട്ടീൻസിൻ്റെ മെറ്റാബോളിസം നമുക്ക് അനലൈസ് ചെയ്യാം. സ്റ്റോറേജ് പ്രോട്ടീൻസ് അത് ഫാറ്റ് ബോഡിയിലാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അത് ഹീമോലിംഫിലേക്ക് റിലീസ് ചെയ്യപ്പെടും. മേജർ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാർവൽ ഹീമോലിംഫ് പ്രോട്ടീൻസ്, ഇത് ഹൈലി അരോമാറ്റിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ടൈറോസിന്, ഫീനൈൽ അലാനിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഇത് ഫാറ്റ് ബോഡിയിലാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അഡൽട്ട് സ്റ്റേജിൽ വരത്തില്ല. ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഈ പർട്ടിക്കുലർ പ്രോട്ടീൻ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്താണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ HSP. ഇതിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടർ ആയിട്ടുള്ള ഹീറ്റ് ഇൻഡ്യൂസ്ഡ് ആണ്. ഹീറ്റിൻ്റെ സ്റ്റിമുലസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ പർട്ടിക്കുലർ പ്രോട്ടീന് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. ഹീറ്റ് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ. ഈ ഹീറ്റ് ഷോക്ക് പ്രോട്ടീന് ഡ്രോസോഫില മെലനോഗാസ്റ്ററിൽ വെൽ ഡിസ്ക്രൈബ്ഡ് ആണ്. അതിനെക്കുറിച്ച് ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനിലെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെ ഈ ചാനലിൽ എടുത്തിട്ടുണ്ട്. ഡ്രോസോഫിലയിൽ HSP70 എന്ന് പറയുന്ന ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കിന് ഈ പർട്ടിക്കുലർ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവേറ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ 33 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ അതിനേക്കാളും കൂടുതൽ വരുമ്പോഴേക്കിന് ഈ HSP70 ജീൻസ് ആക്ടിവേറ്റഡ് ആവും. അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA ഉണ്ടാവും. ആ mRNA ട്രാൻസ്ലേഷന് വിധേയമായിട്ട് HSP70 എന്ന് പറയുന്ന പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടായ HSP70 ഹീറ്റ് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യും. ഇൻസെക്ട് ഇൻ്റർമീഡിയറി മെറ്റാബോളിസത്തിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം, ദെൻ ലിപ്പിഡ് മെറ്റാബോളിസം, പ്രോട്ടീൻ അമിനോ ആസിഡ് മെറ്റാബോളിസം ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തത്.